യാത്ര തുടരുന്നു. അഭയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. സ്മൃതി, ഈ വാർത്താ സംഗീതം എന്നുള്ളത് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു പദപ്രയോഗമാണ്. വാർത്തയും സംഗീതവും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നു എന്നാണല്ലോ പൊതുവെ പറയുന്നത്. വാർത്തയ്ക്ക് കുറച്ച് മുറുക്കവും സംഗീതത്തിന് ഒരുതരം താളവുമാണല്ലോ, അല്ലേ? ഇനി ആ താളത്തിലേക്ക് പോകേണ്ട സമയമായി. അഭയ്ക്കൊപ്പം അഭയുടെ സഹോദരിയുണ്ട് വരദ, വരദയുടെ ഭർത്താവ് വിഷ്ണു ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുന്ന ആദ്യമാണോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് വരുന്നത്. കാരണം 3 പേരും കൂടെ ഒരുമിച്ച് ഒരു സ്പേസിലേക്ക് വരുന്നത് ഫസ്റ്റ് ടൈം. അപ്പൊ നമ്മളെ റിപ്പോർട്ടർ അതിനൊരു താങ്ക് യു സോ മച്ച്. വെറുതെ പാടും അല്ലേ? ഇല്ല, വെറുതെ പാടില്ല. അതാണ് അവളുടെ ഏറ്റവും വലിയ ദുഃഖം. അതെയോ? ഞാനും അമ്മയും അച്ഛൻ നന്ന ആസ്വാദകനാണ്. ഇപ്പോൾ വന്നു കയറിയിരിക്കുന്ന വിഷ്ണു ആണെങ്കിലും അവനും നന്നായിട്ട് പാടും. അപ്പോൾ അവളുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അവൾ പാടില്ല എന്നുള്ളതാണ്. വരദ എന്ത് ചെയ്യുന്നു? വരദ ഇപ്പോൾ ഞാനൊരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാം. ഇന്ത്യസ് നമ്പർ 1 സീനിയർ സിറ്റിസൺസ് ആപ്പായ ഖയാൽ എന്ന് പറയുന്ന ആപ്പിൽ വർക്ക് ചെയ്യാണ്. സംഗീതവുമായി ബന്ധമുള്ള പേരാണ്. അതെ, ഖയാൽ. ഒരു പേര് കൂടിയുണ്ട്. അഭയ, നമ്മുടെ ഈ വരദ എന്തുകൊണ്ടാ കിളിന്ന് വിളിക്കുന്നത്? കിളിമോളായതുകൊണ്ട് ഞങ്ങളെ ഏറ്റവും സ്വീറ്റായിട്ടുള്ള, അതായത് എല്ലാവരെയും പരിപാലിച്ചിട്ടൊക്കെ നടക്കുന്ന ഞങ്ങളുടെ എന്താ പറയുക, വീട്ടിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ കിളിയെന്ന് വിളിക്കുന്നത്. അച്ഛനിട്ട പേരാണ് കിളി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര പെറ്റാണ് വീട്ടിലെ. അതാണ് പേരുകളെല്ലാം അല്ലെങ്കിലും വ്യത്യസ്തമായ പേരുകളാണ്. അഭയ ഹിരൺമയും വരദ ജ്യോതിർമയും ആണ്. അതെ അതെ, നമ്മളത് സംസാരിച്ചത് അമ്മയിട്ട പേരുകളാണ്. ഇതിനകത്ത് വരദയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അഭയ പാടിയ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ചേച്ചിയുടെ? ചേച്ചി പാടിയ പാട്ടുകളിൽ പൊതുവേ എനിക്ക് തമിഴ് സോങ്സ് ഒക്കെ ഇഷ്ടമാണ്. ഈ രാജരാജ ചോളനൊക്കെ നല്ല രസമാണ് പാടിനെ കേൾക്കാനായിട്ട്. രാജരാജ ചോളനൊക്കെ നല്ല രസമാണ് പാടിനെ കേൾക്കാനായിട്ട്. പൊതുവേ ഞങ്ങളൊരു രാജ സാർ ഫാൻ ആയതുകൊണ്ട് തന്നെ ഈ തമിഴ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടിയൊക്കെ നല്ല രസമായിട്ട് കേൾക്കാനും ആസ്വദിക്കാനും പറ്റാറുണ്ട്. ഓക്കെ, അഭയ, എന്താ നമുക്ക് കിളിക്കൊരു പാട്ട് പാടി കൊടുത്താലോ? സാധാരണ കിളിയാണ് പാട്ട് പാടുക, പാട്ട് പാടുക. രാജരാജ ചോഴൻ തന്നെ വേണം. ഭയങ്കര മനോഹരമായ പാട്ടാണ് ഇളയരാജയുടെ. രാജസ്ഥാന്റെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സോങ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന സോങ്. കാരണം അതിൻ്റെ സീൻ വന്നിട്ട് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സീനാണ്. പക്ഷെ അതിനകത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പാട്ട് പിന്നെ അത്രയും മനോഹരമായിട്ടൊരു പാട്ടും. ഈ കൺഫ്യൂസിങ് ആയ സീനും ആ പാട്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട്. പക്ഷെ ഒരു വേറൊരു ആംഗിളിൽ നോക്കിയ ബന്ധവും ഇല്ല താനും. അപ്പോൾ ഇറ്റ്സ് വൺ ഓഫ് എ ബ്യൂട്ടിഫുൾ സോങ് ഓഫ് രാജ സാർ. അതെ അതെ അതെ.